കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ പാടൊക്കെ മാറുമെന്ന്. ഈ പാടം എങ്ങനെ മാറാനാണ് ഇമ്മാര് തല്ലി പൊളിച്ച് വെച്ചേക്കണ സാധനം എങ്ങനെ മാറാനാണ്? പക്ഷെ വേറെ കാര്യം കൂടി ഉണ്ട്. തല്ലി പൊളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിച്ചെടുക്കാൻ അത്രയും പാടാന്ന് അവർ പറയണേ. ആനനെ അഴിച്ചെടുക്കാൻ കെട്ടി അഴിക്കാനായിട്ട് ഭയങ്കര പാടാണ് ആനെ തല്ലി പൊളിക്കാണ്ട് പറ്റുന്നത്. പക്ഷെ എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇനിയിപ്പോൾ എനിക്കറിയില്ല, എനിക്ക് തോന്നണതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് മറ്റുള്ള ആൾക്കാരുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. അല്ലേ പ്രവിയെ? നമ്മൾ ഈ ആന എത്ര സമയം കൊണ്ട് അഴിച്ചെടുത്തു? 15 മിനിറ്റ് കൊണ്ട് നമ്മൾ പരിപാടി അയച്ചില്ലേ? പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോൾ തൊട്ടിട്ട് നമുക്ക് ആന സീറ്റിംഗ് പോയി. ഒരു ചങ്ങല വേണ്ട, ഒരു സാധനം വേണ്ട, ഒരു പുറത്തൊരാൾ വേണ്ട, ഒരു വടിയും വേണ്ട, കുന്തവും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. അങ്ങനെ നടന്നാൽ പിന്നാലെ വന്നു അഴിച്ചു വിട്ടിട്ട് നമ്മളാണ് ഫ്രണ്ടിൽ നടന്നാൽ നമ്മുടെ പിന്നാലെ വരും. മറ്റേ പഴയൊരു പരസ്യമില്ലേ വടാപ്പോണ്ട ഹച്ച്, ആ പട്ടിയില്ലേ പഗ്, അത് പിന്നാലെ പോണുണ്ട്. ഇതിലെ പോയാലും അതുപോലെ വരും. കുറെ ആനക്കാരെ അപ്ഡേറ്റ് ആവാൻ ഇവന്മാരൊക്കെ ഒന്നും ബുദ്ധിയും ബോധം ഒതുക്കാതെ ഇപ്പൊ പറഞ്ഞിട്ട് വല്ല കാര്യം പറയുമ്പോ പറയാ ആനക്കാരെ ബിൽച്ചേട്ട കുറ്റം പറയാന്ന് പറയും. ആനക്കാരെ കുറ്റം പറയണത് നീയൊക്കെ കാണിക്കണോണ്ടാണ് പറയണത്, അല്ലാതെ അതൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ ഇത് എന്റെ ചാനലാണ്. എന്റെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിയെന്ന് തോന്നണ കാര്യങ്ങൾ ഞാൻ പറയും. അതിൽ എനിക്ക് കൂട്ടുകാരോ ബന്ധോ സ്നേഹമോ സ്വന്തം ഒന്നുമില്ല. ആനകൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടാലാണ് ആനകൾ നന്നാവുള്ളൂ. ആനകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കണം. പിന്നെ കുറേയൊക്കെ ആൾക്കാർ ഇപ്പോഴും അപ്ഡേറ്റ് ആയിട്ടില്ല. ഇപ്പോഴും ഇവർ 1970-കളിലെ ജീവിക്കണം. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ വഴക്കുള്ള ആനകളുണ്ടായിരുന്നു. അന്നത്തെ ആനക്കാർ അതുപോലെ ആനകളെ 10 കൊടുത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് അതുപോലത്തെ ആനകളുണ്ടായിരുന്നു. അന്നത്തെ ആനകളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ കുറേ ഇരട്ടച്ചങ്കന്മാരും മുക്കച്ചങ്കന്മാരൊക്കെ ഇല്ലേ, അത് ഇട്ടേക്കണ ഇരണ്ടല്ലേ, ഇതിങ്ങനെ കവച്ച് വയ്ക്കാൻ പറ്റില്ലേ ഇപ്പോഴത്തെ വലിയ വലിയ ഫേമസ് ആനക്കാർക്കൊന്നും. ഞാനടക്കം, ഒരാളെ മാത്രമല്ല പറയണം, ഞാനടക്കം നല്ല നല്ല ആനക്കാർ, നല്ല നല്ല ആനകളെ അഴിച്ചു കെട്ടിയിട്ടുള്ള കേരളത്തിലെ നല്ല പ്രഗത്ഭരായ ആനക്കാരുണ്ടായിരുന്ന കാലം അവിടെ. ഇവിടെ ഇപ്പം ആനക്കാരില്ല. ഒക്കെ ഉണ്ട് കുറേ കുശുമ്പും കുന്നായ്മയും, കുറേ അവൻ്റെ കുറ്റം കണ്ടുപിടിക്കും, ഇവൻ്റെ കുറ്റം. അവൻ നല്ലതായിട്ട് മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കും. എന്നിട്ട് ഏൽപ്പിച്ചേക്കണം മുതൽ ഇനിയെങ്കിലും ഉള്ള മുതലുകളെ വളരെ ഭംഗിയായിട്ട് നോക്കിയാൽ ഇനി വന്ന തലമുറകൾക്ക് ആന. ആ നിനക്ക് മൂക്കിലിട്ട് ഇടി തരാം കേട്ടാ. എന്നെ എന്തിനിരിക്കുന്നേ? ഞാൻ ചെയ്തില്ല. പ്രവേ, മറ്റവന് നമുക്കൊരു 4 കൊടുക്കട്ടെ. അവനെ ഏതെങ്കിലും പൂരപ്പുറമേക്ക് വരട്ടെ. അപ്പൊ ഏതൊരു പിടിയാനയച്ചിട്ടുണ്ട്, മറ്റേ അറിയില്ലോ. അവനെ കയ്യിൽ കിട്ടിയിട്ട് വേണം അവൻ 4. അന്നൊരു അവനെ ഫോൺ വിളിച്ച് സംസാരിച്ചേ. അപ്പൊ അവൻ പറയണ അണ്ണം വന്ന കൂടി വന്ന എന്നെ കൊല്ലുമായിരിക്കും, എനിക്ക് 2 പിള്ളേരുണ്ട്, എന്റെ പിള്ളേര് വഴിയാധാരായി പോവും, എന്റെ അതല്ല അങ്ങനെയുള്ളവരില്ലേ, ഏത് സംഗതികളുള്ളവരില്ലേ മിണ്ടാതില്ലേ, കുടുംബമുള്ളവരൊക്കെ മിണ്ടാണ്ട് അവനെ കാര്യം നോക്കിയിരിക്കണം. ശരിയല്ലേ? എന്നിട്ട് അവരവർക്ക് തന്ന ആനയുടെ പണിയെടുക്കണം. എന്റെ മെക്കട്ടിക്ക് വെറുതെ കയറാൻ വന്ന അല്ലേ അല്ലേ ഞാൻ വെച്ചിട്ടുണ്ട്. നിനക്ക് വീഡിയോയിൽ കൂടെ പറയാൻ തന്നെ വിചാരിച്ചേക്കണേ. നിനക്ക് ഞാൻ കാണിച്ചു തരാം ഏത് രീതിക്കൊക്കെ ചെറുകത്ത് കഷ്ടമുള്ളത് കാണിച്ചു തരണ്ടേ. ഇങ്ങോട്ട് വരും, ആറാട്ടോടെ അച്ചാരത്തിന് വരണ്ടേ? വരട്ടടാ, പിന്നെ ഇങ്ങോട്ട് വരട്ടടാ. വന്നിട്ടാണ് അവനെ കുറച്ച് കുമ്പസാരിച്ച് കുർബാന കൈ കൊള്ളിക്കുക. ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കണേ. വണ്ടിയാണോ പറഞ്ഞേ? ജോറിയില്ല, പരിപാടിയില്ല. വണ്ടി വെറുതെ ഞങ്ങള് നേരെ ഇങ്ങോട്ട് ബാക്ക് വെക്കറോ.
ഞങ്ങളെ വഴി തെറ്റിച്ച് നേരായ വഴിയിലെത്തിക്കുന്നവൻ എന്നും വഴി തെറ്റിക്കും. നല്ല എന്നാലും മിനിയാമാർന്നു കഴിഞ്ഞു. അല്ല ഇന്നിപ്പോ അതേ ഇവിടെ എന്താ ഫുഡൊക്കെ ഉണ്ടാക്കേണ്ട ആശയിച്ചും പിന്നെ അവരൊക്കെ എന്തൊക്കെയാണ് എല്ലാവർക്കും ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് എന്തായാലും ഉണ്ട്. നീ പോയാ വീട്ടില് അരുതാരെ ഒന്ന് പോയായിരുന്നു. നിങ്ങൾ ഒന്ന് പോയാ മതി അവിടുന്ന്. അതിലെ ഇത് വിളിച്ച കയറി വരണേ. കയറി വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങും. അപ്പൊ തന്നെ അങ്ങോട്ട് കയറും. ഇപ്പൊ ഇറക്കി വിട്ടാവുള്ളൂ. അവിടെ നിന്ന് ഇറക്കി പുള്ളി അവിടെ വന്ന് കളിച്ച് അത് ഇങ്ങോട്ട് വന്നു.
ഇന്നോട് കയറിക്കാന് ഇന്നോട് കയറിക്കാന് ഇന്നോട് കയറിക്കാന് ഇന്നോട് കയറിക്കാന് ഇന്നോട് കയറിക്കാന് കയറി വരുമെന്ന് നിങ്ങൾ ടെൻഷൻ അടിച്ചപ്പോൾ എനിക്ക് ടെൻഷനായി ഇന്നോട് കയറിക്കാന് 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 ആ അതിലെ ഇന്നോട് കയറിക്കാന് ഇന്നോട് കയറിക്കാന് ആ പാട കുടിക്കാം കയറി വന്ന് തോലെ കിട്ടുക എന്തിനാ കഴിക്കാൻ അങ്ങോട്ട് കയറിയാൽ ഇങ്ങോട്ട് തിരിയട്ടോ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടറിയാൻ ആവടാ ഇങ്ങോട്ട് ആ വേണ്ട എടുത്തോ എടുത്തോ ഞാ എടുത്തോ എടുത്തോ ആ മുങ്ങട്ടെ ഇട് ആ അങ്ങനെ തന്നെ ആ അങ്ങോട്ട് കിടക്കട്ടെ കിടക്കട്ടെ പുറത്ത് കയറിയില്ല നല്ല എന്തിനാണെന്നറിയാമോ വേറെ കാര്യം ഇൻഷുറൻസ് 20 ഒന്ന് അപ്പൊ ഞാൻ വന്നു അല്ല എന്നോടൊന്ന് പറഞ്ഞു ഇതിന് കയറി വരിക ആര് കാണാണ്ടിരിക്കുക കണ്ണ് മാത്രം മൂടിയിരിക്കണത് ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞപ്പോഴാണ് ഇവിടെ നിന്ന് പിടിച്ചതിനകത്ത് കയറ്റണം കേട്ടോ. ഇവളുടെ വീഡിയോ എടുത്തരാം, അത് ഇട്ടാ മതി. കുഴപ്പമൊന്നുമില്ല, പാപ്പനുണ്ടതിനകത്ത് കുഴപ്പമില്ല. പിന്നെ ഞാൻ വീഡിയോ പിടിച്ച് ഞാൻ പാപ്പനോട് ഡാൻസ് കളിക്കുന്ന വീഡിയോ പോയി കാണാൻ ഇപ്പോഴാണ് കാന്താരി
ഇവന് ചേട്ടൻ തന്നെ പറ്റുള്ളൂ. ഇവൻ മീൻ കറി അടിച്ചിട്ടാ അപ്പൊ തന്നെ 3 കിലോമീറ്റർ നടന്നിട്ട് മീൻ കറി അടിക്കാൻ ഞാൻ മേടിച്ചിട്ട് പറയില്ല. ഞാൻ എന്റെ കൂടെ ഉള്ളവരെ കഷ്ടപ്പെടുത്താറില്ല. ഞാൻ ഉമ്മാരോട് പറയാറില്ല. അവൻ ഇവിടുന്ന് പോയി ചേർക്കാണ് ഐഫോൺ നല്ല 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 പിന്നോട് കയറിക്കാറ് പിന്നോട് കയറിക്കാറ് പിന്നോട് കയറിക്കാറ് പിന്നോട് കയറിക്കാറ് ചേട്ടാ പിന്നോട് കയറിക്കാറ് ആ കണറിക്കട്ടോ സുന്ദരിയാ വെള്ളത്തിൽ പോയി കളിക്കാറായി നാളെ തൊട്ട് എല്ലാം തുറക്കട്ടാ മടുത്തോ സുഖണ്ടാ ഇവിടെ കാല് നോക്കണേ കാല് നോക്കണേ ആ അവിടെ 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 ഇവിടെ കയറിയാ